പ്രിയപ്പെട്ടവരെ, ഈ ലക്കം ആഴ്ചവട്ടം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യത്തിൻ്റെ ഫെഡറലിസത്തിന് എതിരായ കടന്നുകയറ്റങ്ങളെയും അതേപോലെ ഭരണഘടനാ വിരുദ്ധമായ നീക്കങ്ങളെയും കുറിച്ചാണ്. സംസ്ഥാനങ്ങൾക്ക് നിയമാനുസൃതമായി അവകാശപ്പെട്ട വിഭവ വിഹിതം വെട്ടിക്കുറച്ചുകൊണ്ടും അതുപോലെ സംസ്ഥാനങ്ങൾക്ക് ലഭിക്കേണ്ട കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട ഗ്രാൻറ്റുകളും ക്ഷേമ പദ്ധതികളുടെ വിഹിതങ്ങളും എല്ലാം നിഷേധിച്ചുകൊണ്ടും മോഡി സർക്കാർ കേരളം ഉൾപ്പെടെയുള്ള BJP ഇതര സംസ്ഥാനങ്ങളെ BJP ഇതര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ തകർക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ രാജ്യവ്യാപകമായ നിലയിൽ വിവിധ സംസ്ഥാനങ്ങളുടെ പ്രതിഷേധം ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഞെട്ടലുളവാക്കുന്ന ഒരു വെളിപ്പെടുത്തൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 14ാം ധനകാര്യ കമ്മീഷനെ സ്വാധീനിക്കുന്നതിന് നരേന്ദ്രമോദി സർക്കാർ കേന്ദ്ര സർക്കാർ രഹസ്യ നീക്കം നടത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന നീതി ആയോഗിൻ്റെ CEO ആയിരുന്ന BVR സുബ്രഹ്മണ്യത്തിൻ്റെ വെളിപ്പെടുത്തൽ അങ്ങേയറ്റം ഞെട്ടിക്കുന്നതാണ്. സംസ്ഥാനങ്ങൾക്ക് അർഹതപ്പെട്ട ഫണ്ട് വെട്ടിക്കുറക്കാൻ കേന്ദ്ര സർക്കാർ രഹസ്യ നീക്കം നടത്തിയെന്ന നീതി ആയോഗ് CEOയുടെ വെളിപ്പെടുത്തൽ വാർത്ത, ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന വാർത്ത ഞെട്ടലുളവാക്കുന്നത് എന്ന് മാത്രമല്ല ആശങ്കാജനകവുമാണ് എന്ന കാര്യം നാം ഗൗരവത്തോടെ തന്നെ കാണേണ്ടതുണ്ട്. റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് കൊണ്ടുവന്നിരിക്കുന്നത് അത്തരമൊരു വാർത്തയാണ്. സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക അവകാശങ്ങൾ വെട്ടിക്കുറക്കാൻ രഹസ്യ നീക്കം നടത്തിയെന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഉന്നത സ്ഥാനത്തുള്ള നീതി ആയോഗ് CEO തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ധനകാര്യ കമ്മീഷൻ ശുപാർശകൾ പോലും അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായാണ് കേന്ദ്ര ആസൂത്രണ കമ്മീഷന് പകരമായി നരേന്ദ്രമോദി ഗവൺമെൻറ് നിയോഗിച്ച നീതി ആയോഗിൻ്റെ CEO ആയിരുന്ന BVR സുബ്രഹ്മണ്യം പറഞ്ഞിരിക്കുന്നത്. ഈ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കേന്ദ്ര നികുതി വിഹിതത്തിൽ 42% സംസ്ഥാനങ്ങൾക്ക് നൽകണമെന്ന നിർദ്ദേശം, ആ നിർദ്ദേശത്തിന് പകരം അത് 32% വെട്ടിക്കുറക്കണമെന്ന് നിർബന്ധം പിടിച്ചുവെന്ന വെളിപ്പെടുത്തൽ അങ്ങേയറ്റം ആശങ്ക ഉയർത്തുന്നതാണ്. നികുതി വിഹിതം കുറക്കണമെന്ന കടുംപിടുത്തം പരാജയപ്പെട്ട സാഹചര്യത്തിൽ വിവിധ കേന്ദ്ര പദ്ധതികൾക്കുള്ള പദ്ധതി വിഹിതം വെട്ടിക്കുറക്കാനായി കേന്ദ്ര ബഡ്ജറ്റ് പൊളിച്ചെഴുതി എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത. അതിന് തൊട്ടു പിന്നാലെ സെസ്സും സർചാർജുമെല്ലാം വലിയ തോതിൽ ഉയർത്താൻ തുടങ്ങി. കേന്ദ്ര നികുതി വരുമാനത്തിൻ്റെ 28% വരെയാണ് സെസ്സും സർചാർജും ഏതാണ്ട് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇതിലൂടെ സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന കേന്ദ്ര നികുതി വിഹിതം കുറയ്ക്കുകയെന്ന അങ്ങേയറ്റം ഗൂഢമായ നീക്കമാണ് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത്. കേരളം എത്രയോ വർഷങ്ങളായി കേന്ദ്ര സർക്കാരിന് എതിരെ ഇത്തരം ഗൗരവതരമായ കാര്യങ്ങൾ ഉന്നയിക്കുകയാണ്. അത്തരം ധനകാര്യ വിഷയങ്ങൾ സംബന്ധിച്ച് കേരള സംസ്ഥാനം ഉന്നയിക്കുന്ന വിഷയങ്ങൾ, ആക്ഷേപങ്ങൾ പൂർണ്ണമായി 100% ശരിയാണെന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ ഈ BVR സുബ്രഹ്മണ്യത്തിൻ്റെ വെളിപ്പെടുത്തൽ എന്നുകൂടി നാം കാണേണ്ടതുണ്ട്. ഭരണഘടനാ സ്ഥാപനമായ ധനകാര്യ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളിലും ശുപാർശകളിലും ഇടപെടുന്നു എന്നത് മാത്രമല്ല, ദൈനംദിനമായ സാമ്പത്തിക കാര്യങ്ങളെ ബാധിക്കുന്ന തീരുമാനങ്ങളും തെറ്റായ നിലയിൽ നടപ്പിലാക്കുന്നതിനാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് തെറ്റായ നിലയിൽ ഇടപെടുന്നത്. നിയമാനുസൃതം അർഹമായത് സംസ്ഥാനങ്ങൾക്ക് നൽകാതെ ശ്വാസം മുട്ടിക്കുന്നു എന്ന സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ വാദം സത്യമാണ് എന്ന് ഇത്തരം വസ്തുതകളും വ്യക്തമാക്കുന്നുണ്ട്. ഇതിനെ സാധൂകരിക്കുന്ന വിവരങ്ങളാണ് ഓരോന്നോരോന്നായി ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കേരള സംസ്ഥാനത്തിനുള്ള കേന്ദ്ര റവന്യൂ വിഹിതത്തിലും വായ്പാ അനുമതിയിലും വലിയ വെട്ടിക്കുറവ് വരുത്തിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ധനനയങ്ങളും അതുപോലെ നികുതി ഘടനയിലെ നികുതി സമ്പ്രദായത്തിലെ മാറ്റവും സംസ്ഥാനത്തിൻ്റെ വിഭവങ്ങളെ അക്ഷരാർത്ഥത്തിൽ ചോർത്തിക്കളയുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങളാണ് സുപ്രീം കോടതിയിൽ കേരളം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ നടത്തുവാൻ തീരുമാനിച്ച സമരവും ഈ ആവശ്യങ്ങൾ ഉയർത്തിയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ കേരള വിരുദ്ധമായ നിലപാട് ഇപ്പോൾ
സംസ്ഥാനത്തിനെതിരായ കടുത്ത സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്നതിലേക്ക് അടക്കം എത്തിയിരിക്കുകയാണ്. അർഹതപ്പെട്ട ഗ്രാൻറ്റുകളും പദ്ധതികൾക്ക് ചെലവഴിച്ച പണത്തിൻ്റെ കുടിശ്ശികയും എല്ലാം കേന്ദ്ര സർക്കാർ പിടിച്ചു വച്ചിരിക്കുകയാണ്. ഇതെല്ലാം ചെയ്തതിന് ശേഷം സംസ്ഥാന സർക്കാരിനെതിരെ തെറ്റായ പ്രചാരവേല സംഘടിപ്പിക്കുകയുമാണ് കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്നത്. BJPയും കോൺഗ്രസും എല്ലാം ചേർന്ന് സംസ്ഥാന സർക്കാരിനെതിരെ വികാരം സൃഷ്ടിക്കാനുള്ള അങ്ങേയറ്റം ഗൂഢാലോചനാപരമായ നീക്കങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ബഹുജന പ്രതിരോധം വളർത്തിക്കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വമാണ് നമുക്ക് കേരളത്തിൽ ജനങ്ങൾക്കാകെയുള്ളത്. അതിന് നേതൃത്വം കൊടുക്കാനാണ് ഇടതുപക്ഷം ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കഴിഞ്ഞ 2 ദിവസം മുമ്പ്, ഈ കഴിഞ്ഞ 20-ാം തീയതി മിനിഞ്ഞാന്ന് DYFI നേതൃത്വം കൊടുത്തുകൊണ്ട് ലക്ഷോപലക്ഷം കേരളീയരെ അണിനിരത്തി അതിവിപുലമായ നിലയിലുള്ള ഒരു ബഹുജന പ്രതിഷേധം, ഒരു ജനമുന്നേറ്റം കേരളത്തിൽ സംഘടിപ്പിച്ചത്. മനുഷ്യച്ചങ്ങല, കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ചങ്ങല സംഘടിപ്പിച്ചത്. തുടർച്ചയായി കേരളത്തിൽ മുഖ്യമന്ത്രിയും അതുപോലെ മന്ത്രിമാരും MLAമാരും എല്ലാം അടങ്ങുന്ന കേരളത്തിൻ്റെ ഭരണ നേതൃത്വം ഡൽഹിയിൽ ചെന്ന് കേന്ദ്രത്തിൻ്റെ ഇത്തരം കേരളത്തോടുള്ള നീതീകരിക്കാൻ കഴിയാത്ത ഇത്തരം നിലപാടുകൾക്കെതിരായിട്ടുള്ള അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. അന്നേ ദിവസം കേരളത്തിൻ്റെ നാട്ടുംപുറങ്ങളിലും നഗരങ്ങളിലുമെല്ലാം ലക്ഷക്കണക്കിന് മലയാളികൾ കേരളത്തിൻ്റെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ച് അത് സംരക്ഷിക്കുന്നതിനു വേണ്ടിയും നമുക്കർഹതപ്പെട്ട, നിയമാനുസൃതം അർഹതപ്പെട്ട പദ്ധതി വിഹിതം ലഭ്യമാകുന്നതിന് നേടിയെടുക്കുന്നതിനുള്ള അതിവിപുലമായ ഒരു ബഹുജന മുന്നേറ്റത്തിന് തയ്യാറെടുക്കുകയാണ്. അത്തരത്തിലുള്ള ജനമുന്നേറ്റം അതിവിപുലമായ നിലയിൽ സംഘടിപ്പിക്കുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനും അതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുമെല്ലാം അതിന് എല്ലാ വിധത്തിലുമുള്ള പിന്തുണയും സഹകരണവും നാട്ടിലെ ജനങ്ങളിൽ നിന്ന് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു.